അറബി വന്നു. മാമന്റെ അറബി എഴുതി അവിടെ വന്നിട്ടുണ്ട്. എന്നാ മക്കളെ നമുക്ക് അങ്ങോട്ട് പോവാം. ഹായ് സാർ, വെൽക്കം വെൽക്കം. أليس هذا منزل في جيان؟ എന്റെ ദൈവമേ, ഇത് എന്ത് ഭാഷയായി സംസാരിക്കുന്നേ? ഇതിപ്പോ നമ്മൾ എങ്ങനെ എന്തെങ്കിലും തിരിച്ചു പറയും? ഹായ്, അറബി വന്നല്ലോ. അറബിയൊക്കെ വന്നടി, പക്ഷേ അറബി പറയുന്നൊന്നും നമുക്കും മനസ്സിലാവുന്നില്ല, നമ്മൾ പറയുന്നൊന്നും അറബിക്കും മനസ്സിലാവുന്നില്ല. ആഹാ, അത്രയുള്ള കാര്യം. ഇതിപ്പോ ഞാൻ ശരിയാക്കി തരാം. അസ്സലാമു അലൈക്കും. وعليكم السلام. കണ്ട എങ്ങനെയുണ്ട് എന്റെ അറബി? ഇതൊക്കെ എപ്പോ? അല്ല, ഇവളിതൊക്കെ എപ്പോ പഠിച്ചു? മോളെ, നീ അറബിയുടെ അകത്തോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞേ. അതിനെന്താ, അതൊക്കെ ദാ ഇപ്പൊ ശരിയാക്കി തരാനേ. അറബിയെങ്കിലേ കപ്പലിൽ ആലുക. ماذا تتحدث؟ എന്ത് പഠിക്കിങ്ങനെ ഈ പറയുന്നേ? എനിക്കറിയത്തില്ല. എനിക്ക് അറബി പറയാൻ മാത്രമേ അറിയത്തുള്ളൂ, കേട്ടാലൊന്നും മനസ്സിലാവത്തില്ല. നിക്ക് എന്റെ കയ്യില് ഒരു ഐറ്റം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഷേഖ് അബ്ദുള്ള ഷേഖ്. എന്റെ പൊന്നു കുഞ്ഞാണ്ടി, ഇവള് പറയുന്ന കേട്ടൊന്നും ഇവിടെ നിക്കല്ലേ, വേഗം മാമനെ വിളിക്ക്, ഇല്ലെങ്കിലേ ഈ അറബിയെ വന്ന ഫ്ലൈറ്റിന് തിരിച്ചു പോകും. അത് ശരിയാ. ഇവളീ പറയുന്ന കേട്ടിട്ടേ എനിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ഈ വന്ന അങ്കിളിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മക്കളെ, നിങ്ങൾ പോയിട്ടേ മാമനെ വിളിച്ചിട്ട് തന്നെ. ഇത് നമ്മളെ കൊണ്ട് ശരിയാവും തോന്നില്ല. മാമനെ അച്ഛന്റെ കൂടെ പറമ്പിലേ വാഴയില വെട്ടാൻ നിപ്പുണ്ട്, വേഗം ഇങ്ങ് വരാൻ പറ. ചെല്ലു. ഹലോ സാർ, അസ്സലാമു അലൈക്കും. وعليكم السلام. سيدي من فضلك تعال للداخل. شكرا لك. ഓഹോ, ശുക്രനി പോന്ന എന്തോ കാര്യമല്ലേ അറബിയങ്ങൾ പറയുന്നത്? ശുക്രനി പോകുന്ന കാര്യമൊന്നും അല്ല മക്കളെ പറഞ്ഞത്. നമ്മളെ അകത്തോട്ട് കയറി വരാൻ പറഞ്ഞില്ലേ, അതിന് നന്ദി പറഞ്ഞതാ. ഓ, അതായിരുന്നു. മാലിനി, നോക്കി നിൽക്കാതെ വേഗം ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ശരി ഏട്ടാ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. أيها الناس تأتي وتجلس هنا. എന്തുവാ മാമ ഈ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് മക്കളെ, നിങ്ങൾ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വന്നിരിക്കാനാ അങ്കിള് പറയുന്നത്. വാ, എല്ലാരും വന്നിരുന്നേ. അളിയൻ വന്നോ? അളിയൻ വാ, ഇവിടെ വന്നിരിക്കും. വാ. سيدي هذا هو أخي في القانون. സാർ നമസ്കാരം. نامسكار. ما اسمك؟ അളിയ പേര് പറയാനാ പറയുന്നത്. കൃഷ്ണൻ. اسم جميل. اطفال ما اسمك؟ മക്കളെ, നിങ്ങളുടെ പേരാ ഇപ്പൊ ചോദിച്ചത്. ഓരോരുത്തരായിട്ട് പേര് പറഞ്ഞു കൊടുത്തേ അങ്കിളിന്. അയൻ കാർത്തു. മീൻ തുമ്പി ഹേ. മൈ നെയിം ഈസ് തുമ്പി. ഞാനേ ചിന്നുകുട്ടിയാ. A few moments later. പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തളി പാത്തുമ്മ, അവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ പിറയുമ്മ. എന്റെ റബ്ബേ, അറബി വന്നേക്കണ. ഇനിയിപ്പോ ഉമ്മറ വഴി പോണ ബുദ്ധിയല്ല, പിന്നാമ്പറ വഴി പോയേക്കാം. ഈ ആമനേമ്മയുടെ അറബിയുടെ കളി. പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തളി പാത്തുമ്മ. ഉമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ വിളിച്ചപ്പോഴേ ദാ വരുന്നെന്ന് പറഞ്ഞ ആളാ. ഇതിപ്പോ എവിടെ പോയോ എന്തോ. എടി പെണ്ണുങ്ങളെ, ഞമ്മളിന്ന് വന്നിരിക്കുന്നു. ഞാനെങ്ങും പോയതൊന്നല്ലേ. ആഹാ, ഉമ്മ വന്നോ? ഞങ്ങളിപ്പോ ഉമ്മയുടെ കാര്യം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞമ്മൾ നേരത്തെ ഇറങ്ങിയാടി. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി നമ്മുടെ പാത്തുന്റെ മോളില്ലേ, അവള് വന്നിട്ടുണ്ട്. അവളും പുയ്യാപ്പിളും തമ്മിലേ വഴക്കിട്ട് വന്ന് നിൽക്കുക. അപ്പൊ പിന്നെ ആ കാര്യം അറിയാതെ ഉമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അങ്ങനെ താമസിച്ചതാ. ഇപ്പൊ ഇവിടെ വന്നപ്പോഴേ അറബിയും വന്നിരിക്കുന്നു. ഉമ്മ, അറബി വന്നിട്ടേ കുറച്ച് സമയമായി. അല്ലുമ്മ, സൈനബ എപ്പോഴാ തിരിച്ചു വരുന്നത്? അവള് പോയിട്ട് ഇപ്പൊ ഒരാഴ്ചയോളായില്ലേ? ഓ, അക്കാര്യൊന്നും പറയാതിരിക്കണേ നല്ലത്. ഓള് പോയിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു. ഓടുമ്മയ്ക്ക് ദീനായിട്ട് പോയതാണേ. പക്ഷെ ഇപ്പൊ ദീനോട്ട് കുറയുന്നില്ല. എനിക്കാണെങ്കിൽ ഇവിടെ അവിടെ നിൽക്കുമ്പോൾ വഴക്കും വയ്യാവേലിയൊക്കെ ആണെങ്കിലും ഓളെ കാണാതെ ഇപ്പൊ ഇരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പോകാന്ന് എഴുതി. അതെന്തായാലും നന്നായി ഉമ്മ. സൈനബയ്ക്കും അതൊരു സന്തോഷം ആയിക്കോളൂ. ഇതെന്റെ റബ്ബേ, ഈ ബിരിയാണി പിടിച്ചെന്റെ കൈ ഒടിഞ്ഞ്. ഈ പെണ്ണെ, ഇങ്ങോട്ട് വന്നേ. ഇത് ഈ ബിരിയാണി പാത്രം ഒന്ന് പിടിച്ചേ. രാഗിണി, മാലിനി, ചോറെടുത്ത് വെക്ക്. ഊണിന് സമയമായല്ലോ. കൃഷ്ണേട്ടാ, ഇപ്പൊ എടുത്ത് വെക്കാം. അല്ല മക്കളെ, അറബിയെ ഇത്ര ദൂരേന്ന് വന്നിട്ട് നിങ്ങൾ ഈ പച്ചക്കറിയൊക്കെയാണ് അറബിക്ക് കൊടുക്കണേ? അത് ചിക്കനും മട്ടനും ഒക്കെ അല്ലേ അറബിക്ക് കൊടുക്കണ്ടേ? ഉമ്മ, അതെന്താന്നോ, അവര് ചിക്കനും മട്ടനും ഒക്കെ എപ്പോഴും കഴിക്കുന്നതല്ലേ. നമ്മുടെ സദ്യ ഒന്നും അങ്ങനെ കഴിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ കരുതിയത് സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന്. ആഹാ, അങ്ങനെയായിരുന്നാ? ഞാൻ കരുതിയേ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ അറബിയെ നമ്മുടെ പുരയിലോട്ട് കൊണ്ടുപോകാന്ന്. അതുകൊണ്ട് ചോദിച്ചിനി. നമ്മൾ എന്തായാലും അറബി മോനെ ഒന്ന് കണ്ടേച്ച് വരാം. നമ്മൾ ഇതുവരെ അറബി മക്കളെ കണ്ടിട്ടില്ല. ഒന്ന് പോയി കണ്ടേച്ച് വരാവേ. من هناك. ആഹാ, ആരിത്? ആമിനോമയോ? ഉമ്മ വാ, എന്താ അവിടെ തന്നെ നിന്ന് പറഞ്ഞേ? ഇന്ന് വന്നേ. ഞമ്മളെ ഈ അറബി മോനെ ഒന്ന് കാണാൻ വന്നതാ. من هذا؟ ഉമ്മ ആരാന്നായി ചോദിച്ചത്? ഞമ്മളെ അപ്പുറത്തെ പേരിലുള്ളതാ, ബഷീറിന്റെ ഉമ്മ. അല്ല, മോന് ബഷീറിനെ അറിയില്ലേ? അറബിക്ക് എങ്ങനെ ബഷീറിനെ അറിയണോ ഉമ്മ? അവൻ വേറെ സ്ഥലത്തല്ലേ.
പറയണേ? നമ്മുടെ ബഷീർ മോനെ ഗൾഫിൽ അങ്ങ് ഭയങ്കര ഫേമസ് ആണെന്നാ അറിയണേ. അവനെ അറിയാത്തതായിട്ട് ആരും ഇല്ലെന്നാ കേൾക്കണേ. അപ്പൊ ഈ മോൻ എന്തായാലും നമ്മുടെ ബഷീറിനെ അറിയാതിരിക്കില്ല. സാർ, സൂപ്പ്. آها، شكرا لك. എന്റെ ബലരിങ്ങളെ, അത് തൊള്ള കുടിക്കുക. ഇത് വിഷമിക്കണ്ട, ഉമ്മ തട്ടിത്തരാം. അയ്യോ, ഇതിപ്പോ എന്ത് പറ്റി? ഉമ്മ തലക്കിട്ട് കൊട്ടിയത് നൊന്നിട്ട് കറിയാന്ന് വെച്ച്. അതൊന്നുമല്ലുമ്മ, സാറിന്റെ ഉമ്മ മരിച്ചിട്ടേ കുറച്ചേ ആയുള്ളൂ. ഇപ്പൊ ഉമ്മയെ കണ്ടപ്പോ സ്വന്തം അമ്മയെ ഓർമ്മ ഒന്നും കാണും, അതുകൊണ്ടായിരിക്കും കരയുന്നത്. ആഹാ, ഇത് ഇതിനാണോ ഈ കറിയണേ? ഇക്കണ്ട തടം തടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് മോങ്ങാവോ എന്റെ അഭിമോനെ? ഇത് വിഷമിക്കണ്ട, ഞാൻ നിന്റെ ഉമ്മ തന്നെ. الطعام لذيذ جدا. നമ്മുടെ ഫുഡെല്ലാവേ സാറിനങ്ങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതായിപ്പോ പറഞ്ഞത്. വയറ് നിറച്ച് കഴിച്ചോ മോനെ? ഇനിയിപ്പൊ ഗൾഫിൽ ചെന്നാ ഇതൊന്നും കിട്ടത്തില്ലല്ലോ. ഇനിയിപ്പോ എന്താ, നമുക്കൊരു ടിക്കറ്റ് എടുത്ത് തന്നാലേ നമുക്കെല്ലാം കൂടെ അങ്ങ് ഗൾഫിൽ ചെന്നിട്ട് മാമന് സദ്യ ഉണ്ടാക്കി കൊടുത്താലോ? ഇതിപ്പോ വലിയ കാര്യമാണോ? ആ, അതിച്ച് പറഞ്ഞ നേര് തന്നെ. الوداع، أنا راحل. അങ്കിള് പോവാന്നാ മക്കളെ പറഞ്ഞത്. سيدي، يقولون تعالى مرة أخرى. بالتأكيد سأعود. أحببتكم كثيرا أيها الناس. അതേടാ കുഞ്ഞേ, അങ്കിളെ ഇനിയും വരാൻ നമ്മളെയൊക്കെ ഒരുപാട് ഇഷ്ടമായെന്നാ പറയുന്നേ. لقد قدمت هدايا إلى فيجيان من أجلكم جميعا. أنا أتأخر. أنا راحل. إلى اللقاء جميعا. അങ്കിൾ ഇതേ ഇറങ്ങാൻ പോവാന്നാ പറയുന്നേ. മക്കളെല്ലാരും ടാറ്റ കൊടുത്തേ. അങ്കിളെ ഒരുപാട് താമസിക്കുന്നുണ്ട്, ഇപ്പൊ പോയില്ലെങ്കിലേ ഫ്ലൈറ്റ് മിസ്സായി പോകും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ടേ കുറച്ച് ഗിഫ്റ്റ് എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെന്നും കൂടാ പറയുന്നേ. വേഗം എല്ലാരും ടാറ്റ കൊടുത്തേ, അങ്കിൾ ലേറ്റ് ആവുന്നുണ്ട്. ഇതെന്റെ മോനെ, ഞമ്മളങ്ങ് മറന്നുപോയി. ഈ ഗൾഫിലേക്കല്ലേ ഇപ്പൊ പോണേ? ഇനി നേരത്തെ പറഞ്ഞാണെങ്കിലേ ഞമ്മന്റെ ബഷീറിന് കുറച്ച് അച്ചാറും കായവറുത്തതും കൂടെ തന്നേനെ. ഇതിപ്പം പെട്ടെന്നായതുകൊണ്ട് ഒന്നും തരാൻ പറ്റില്ലല്ലോ. ഷോ, ഉമ്മയ്ക്ക് അങ്ങ് വിഷമമായല്ലോ ഇപ്പം. എന്റെ ഉമ്മ ബഷീറിന് കൊടുക്കാനുള്ളതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചേക്ക്. ഞാൻ പോകുമ്പോ അവൻ എത്തിച്ചേക്കാവേ. الوداع.